നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഡെയിലി പറയുന്നുണ്ട് പേഴ്സണിന് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവർ വരും എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും കിട്ടിയിട്ടുമുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ഇവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, കുറച്ച് സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല റെസ്പോൺസ് ഇല്ലാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ, നമുക്ക് ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്, കുറച്ച് പേർക്ക് ചിലപ്പോൾ ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങളെ പേഴ്സൺ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല വിവരങ്ങൾ. നിങ്ങൾ അതിനായിരിക്കും റീഡിങ് കാണുന്നത്, എന്താണ് ഇവരെ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അങ്ങനെ ചിലവർ വിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ കുറേ ആയിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വന്നിട്ട്. ചിലവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ മേ ബി നല്ല രീതിയിൽ അവർ ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കും, ചിലപ്പോൾ കുറച്ച് മാറി നിൽക്കും. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പം എനിവേ, ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയ വ്യക്തിയായാലും ശരി, അല്ലെങ്കിൽ ആരായാലും ശരി, നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി, ഓക്കെ, അവരെ നിങ്ങൾ മനസ്സിലോർക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ഓക്കെ, ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളൊരു പേഴ്സണിനെ മനസ്സിലാലോചിച്ചോളൂ. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാരെങ്കിലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലോർക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചതിന് നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഈ ക്വസ്റ്റൻ എടുക്കാത്തത്. ബട്ട് ഐ തിങ്ക് നോക്കാം നമുക്ക് അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടോ, വിഷമമുണ്ടോ, ഓക്കെ, അവർക്ക് എന്തെങ്കിലും ദൈവം അതിനുള്ള എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്തെങ്കിലും കർമ്മ അവരെന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ റീഡിങ് കാണുന്നവരോട് ഞാൻ പറയുന്നത്, ദാറ്റ് നിങ്ങളോടൊക്കെ പറയുന്നത്, ദാറ്റ് നിങ്ങൾ മനസ്സിൽ പ്യുവർ ഇൻറ്റൻഷൻ വെക്കാം. ഓക്കെ, നിങ്ങൾ വേറെ ആരെയും നമ്മളെന്താ പറയുക വേദനിപ്പിക്കാൻ പോകരുത്, നമ്മൾ അങ്ങോട്ട് ആരെയും ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ തിരിച്ച് വേദനിപ്പിക്കാനോ അവരെന്നെ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറയാനൊന്നും പോകരുത്. കാരണം നിങ്ങളും കർമ്മ ക്രിയേറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പ്യുവർ ഇൻറ്റൻഷൻ വെക്കുക, നിങ്ങൾ പ്യുവറായിട്ട് സ്നേഹിക്കുക. നിങ്ങൾ അവർ സപ്പോസ് നിങ്ങളെ ആരായാലും നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നിക്കാൻ നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്തായാലും നിങ്ങളെ അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, എന്തായാലും നമുക്ക് നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുക, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും അവരുടെ കർമ്മ. ഫുൾ കാർഡാണിത്, 3 of Swords. ഓക്കെ, ഡബിൾ എനർജി, King of Cups, Five of Cups, 7 of Cups. Okay, King of Wands, Knight of Cups, Judgment, Queen of Wands. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ, ഓക്കെ, അവരുടെ ചില എടുത്തുചാട്ടങ്ങൾ, ഓക്കെ, അവരുടെ ചില എടുത്തുചാട്ടങ്ങൾ അവരെ ഇപ്പോൾ കുഴി കൊണ്ടേ ചാടിച്ചൊരു മട്ടാണ് എനിക്ക് കാണുന്നത്. ആദ്യത്തെ കാര്യം, ഓക്കെ, അവർ ട്രാപ്ഡായ മട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ ഒരു ഫൂൾ കാർഡാണ്. ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് പറയുക. പക്ഷേ അവർ ചെയ്ത എന്താ, ഐ തിങ്ക് അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മാറി പോയതിൻ്റെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ വിട്ട് പോയിട്ട് അവർ മേ ബി അവരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന തരത്തിൽ പോയി കാണാം. ഓക്കെ, അവരുടെ ലൈഫിൽ അവർ ലൈക്ക് അവർ വിചാരിച്ച് കാണും, ഓക്കെ, നിങ്ങളെ വിട്ട് പോയിട്ട് വേറെ നല്ല ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ട് ഓക്കെ അവർക്കൊരു നല്ലൊരു ലൈഫ് കിട്ടും എന്നവർ പ്രതീക്ഷ കാണാം. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് അവരിപ്പോൾ തൂങ്ങി നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഐ തിങ്ക് അവരിപ്പോൾ അങ്ങനത്തെ ഒരു റിസ്കി സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് അവരുടെ ജീവിതത്തിൽ അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് അവർ. എന്താ പറയുക, കൈവിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ താഴത്തേക്ക് വീഴും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ ലൈക്ക് നമ്മൾ പറയില്ലേ, ദൈവം അവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. മേ ബി അവരെന്തെങ്കിലും ലൈഫിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടാവാം. അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഞാനത് പറയാൻ റീസൺ അവിടെ ഡെവിൾ കാർഡ് ഉള്ളതുകൊണ്ടാണ്.
ഹാർട്ട് ബ്രേക്കും ഉണ്ട്. ഓക്കെ, സോ മേ ബി അവരങ്ങനെ നിങ്ങളെ വിട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ, അവർ വേറെ വല്ല റിലേഷൻഷിപ്പിൽ പോയി, ഒരു ടെംപ്ടേഷൻ തോന്നി വേറെ ആരോടെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നി അവരെ പിന്നാലെ പോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ വേദന ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവരൊരു കുഴി ചാടിയ മട്ടാണ് ഇപ്പോൾ. അവരെടുത്ത് ചാടിയ ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, റിഗ്രറ്റ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ അത് കാണുന്നുണ്ട്. ഓക്കെ, വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ടെംപ്ടേഷനിൽ പോയി അവർ പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അഡിക്ഷൻസ് ആവാം, അവരുടെ ടെംപ്ടേഷൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ചില മോശം സ്വഭാവങ്ങൾ, അതെന്ത് തരത്തിലും ആവാം. വേറെ ഏതെങ്കിലും സെക്ഷൽ ബന്ധത്തിൽ പോയി ചാടി, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി വേറെ ആരോടെങ്കിലും അടുത്തു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായാലും ശരി, അതിവിടെ അവരെ ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് അവിടുന്ന് ചില അടികൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ ടെംപ്ടേഷൻസിൽ നിന്ന് അവർക്ക് ചില അടികൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ ലൈക്ക് ഇപ്പോൾ പണത്തിൻ്റെ പിന്നാലെ പോയാലും ശരി, പണം ഇവിടെ കാണുന്നില്ല അധികം, ബട്ട് പണത്തിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ ടെംപ്ടേഷൻ എന്ന രീതിയിലാണ് കാണുന്നത്. അവർ വേറെ എന്തിനോടും അട്രാക്ഷൻ തോന്നിപ്പോയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന രീതിക്ക് ചിന്തിച്ച് പോയതായിരിക്കാം. അതിൽ നിന്നൊക്കെ ഇപ്പോൾ അവർ ലെസൺ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പോയിട്ട് ശരിക്കും ഒരു എടുത്തു ചാടി അവർ ചെയ്ത വലിയ തെറ്റായിപ്പോയി എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ ആരും അവരെ ഒരു സഹായിക്കാൻ ഇവിടെ ഒരു ഡോഗ് കാണുന്നുണ്ട്. ഐ തിങ്ക് അത് നിങ്ങളെയാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഡോഗ് ഇതെടുക്കേണ്ട, സോറി, ലോയൽ ആയിട്ടൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവരെ കൂടെ നിന്നിട്ടുണ്ടാവും. ഓക്കെ, അവരെ ഓരോ കാര്യത്തിൽ നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നുണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാവും. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ ലൈഫിലൊരു പ്രതീക്ഷ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അവരെ സഹായിക്കാൻ പറ്റിയത് ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷേ ഐ തിങ്ക് അവർ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു, ശരിയാണ്. വളരെയധികം ഇവിടെ റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഫ്രണ്ട്സും ആവാം, ഫ്രണ്ട്സ് എന്ന രീതിക്കും ആവാം, നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിലും മേ ബി അവർ ലൈക്ക് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞിട്ട് പോയി, അങ്ങനെ എടുത്ത് വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെ 5 കപ്സ് ആണ്. ഇപ്പം നഷ്ടം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കുന്നത് അവർ നോക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കാണ് അവർ നോക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. ഓക്കെ, ഇപ്പോൾ അവർ അതിൻ്റെ റിഗ്രറ്റ് നല്ലോണം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് അവർക്ക്. ഓക്കെ, ഒരു ഗിൽട്ട് തോന്നുന്നുണ്ട്, എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ പല ടെംപ്ടേഷൻസും അവരുടെ മുമ്പിൽ വന്നു. ഇത് 2 കാർഡും കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ കൂടുതലും ഇത് പണത്തിന് വേണ്ടിയും പോയതായിരിക്കാം, പറയാൻ പറ്റില്ല. എന്തൊക്കെയോ മിന്നുന്നത് കണ്ടു പോയി എന്ന് പറയില്ലേ. ഓക്കെ, മിന്നുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവർ വേറെ എന്തെങ്കിലും അട്രാക്റ്റ് ആയിട്ട് പോയി. പക്ഷെ അവിടെ അവർക്ക് കിട്ടിയത് മുഴുവൻ അവർക്ക് ഈ ഹാർട്ട് ബ്രേക്ക് ആണ്. ഓക്കെ, ഹാർട്ട് ബ്രേക്കും റിഗ്രറ്റും ആണ് അവർക്ക് കിട്ടിയത്. അവർക്ക് വേദനകൾ കിട്ടിയിട്ടുണ്ട്. ചില കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. സോ നൈറ്റ് ഓഫ് കപ്സ്. പക്ഷെ ഇവിടെ കാണുന്നത് ഇപ്പോൾ എനിക്ക് ഐ തിങ്ക് ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ശരിക്കും അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട്, അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം അവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യായം വരിക എന്ന രീതിക്കാണ്. ഓക്കെ, നല്ലത് ചെയ്ത ആൾക്കാരെ ദൈവം എന്താ പറയുക, അവർ സോളിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അല്ലാത്തവരെ നരകത്തിലേക്ക് തള്ളിവിടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്കെൽട്ടണൊക്കെ കിടക്കുന്നുണ്ട്. കുറച്ച് പേര് മേലേക്ക് ഉയർന്നു പോകുന്നവർ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് എടുക്കാം. കുറച്ച് പേര് ഇവിടെ വെറും സ്കെൽട്ടനായിട്ട് താഴത്ത് നരകത്തിലേക്ക് കിടക്കുന്നു എന്ന് പറയാം. സോ യൂണിവേഴ്സ് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ന്യായം കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. യൂണിവേഴ്സ് അത് ചെയ്യും. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ മറ്റേ പേഴ്സണിനെ ഒരുപാട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷേ ഇനി നിങ്ങൾ അവനവന് കൊടുക്കാം. ഓക്കെ, അവനവന് ആ സ്നേഹവും കെയറും അവനവനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങാം. അത് ചെയ്യുമ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവാതെ അവരെന്താ നഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഓക്കെ, അവരെ കയ്യിൽ നിന്ന് ഇതേ ഉണ്ടോ, ഇത് ഒരു മീൻ ഇവിടുന്ന് ചാടി പോകുന്ന പോലെയാണ്. ഈ കപ്പിലൊരു മീൻ ഉണ്ടായിരുന്നു. അവർ ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു സ്നേഹത്തോടെ ലൈക്ക് നമ്മൾ പിടിച്ചിരുന്ന ഒരു സാധനം അത് ചാടിപ്പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന രീതിക്ക് എടുക്കും. ആൻഡ് ഇവിടെയും 5 പെന്റിക്കിൾസ് ആണ്. സോ നഷ്ടം എന്ന രീതിക്കാണ് കാണുന്നത്. എനിക്ക് അവർക്കെല്ലാം കൊണ്ടും അവർക്ക് ലോസസ് ആണ് കാണുന്നത്. ചിലർക്ക് ഫൈനാൻഷ്യൽ ലോസസ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർ എന്തോ ഒരു ടെംപ്ടേഷനിൽ പെട്ട് നിങ്ങളെ വിട്ടു പോയതാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയതാണ്. ആ വേദനയിൽ നിന്ന് ഐ തിങ്ക് നിങ്ങളിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ അബൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടാവാം. അത് കാണുമ്പോഴും ഇപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. അവർക്ക് അത് ന്യായമാണ്. അതാണ് യൂണിവേഴ്സ് ചെയ്യുന്ന ന്യായം. യൂണിവേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർഹിക്കുന്നത് യൂണിവേഴ്സ് തരുന്നുണ്ട് വേറെ തരത്തിൽ. ഓക്കെ, ചിലപ്പോൾ ഒരു വേറെ പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കാണാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ജോലിയിലോ കരിയറിലോ നിങ്ങളുടെ ലൈഫ് ഓക്കെ വളരെ നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ പോകുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഇപ്പോൾ അവർക്ക് ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അവർ ചെയ്തു പോയ തെറ്റിനെ. കുറച്ച് കാഴ്ച കൂടി നോക്കാം. പേഴ്സൺ
പേഴ്സണിന് വിഷമമുണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചതിന്? ആക്ച്വലി റിഗ്രറ്റ് കണ്ടു കഴിഞ്ഞു, എന്നാലും ജസ്റ്റ് ഞാൻ അടുത്തേക്കാം. പേഴ്സണിന് അവർ തെറ്റ് ചെയ്തു എന്നുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. Queen of Swords, Ace of Swords, 4 of Swords and 9 of Swords. എല്ലാം സോഡ്സ് ആണ്. അവർക്ക് മനസ്സിലാവും. അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ലൈക്ക് രാത്രി ഉറക്കം പോലും ഇല്ലാതെ അവർ ടെൻഷൻ അടിച്ചിട്ടായിരിക്കുന്നത്. ഓക്കെ, അവർ പേടി സ്വപ്നങ്ങൾ കാണാമെന്ന് പറയില്ലേ. ഓക്കെ, അവർക്ക് അത്രയും ശരിക്കും എന്താ പറയുക, യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വീൻ ഓഫ് സോഡ്സ് എനർജിയിലാണ്. നിങ്ങൾ ജെൻസ് വാച്ചിങ് ആയാലും ശരി, ഓക്കെ, നിങ്ങൾ കിങ് ഓഫ് സോഡ്സ് എന്നെടുത്തോളൂ. നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ സ്ട്രെങ്ത് കാരണം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ അവരെ വെട്ടി മാറ്റിയതായിട്ടാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് മേ ബി പേഴ്സൻ്റെ ഹെൽത്ത് എഫക്റ്റ് ആയി കാണാം. ഓക്കെ, അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് പറയാം. ഓക്കെ, അവർ റിഗ്രറ്റ് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ട്. അവർ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അവർ ഓർത്ത് അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ചിലപ്പോൾ അവരോട് വലുതും നിങ്ങൾ അവരെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ മാറിപ്പോയി കാണാം. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ച് കാണാം ദറ്റ് ഓക്കെ എനിക്കിനി ഈ റിലേഷൻഷിപ്പിൽ വേണ്ട, ഓക്കെ എന്നെ വേദനിപ്പിച്ച് പോയ വ്യക്തി വേണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് കാണാം. ഇല്ലെങ്കിൽ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തും പക്ഷെ ആ ഒരു ന്യായം നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സ് അപ്പോഴേ അവർക്ക് കർമ്മ കൊടുക്കുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, അവർ അനുഭവിക്കാനുള്ള അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ ദറ്റ് അവർ ചെയ്തു പോയ തെറ്റ്, അവർ മിസ് ചെയ്ത് എന്താണെന്ന് അവർക്ക് അപ്പോഴേ. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് അവർ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വാവ്, ഫ്യൂച്ചറിലേക്ക് അവർ തിരിച്ചു വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ലൈക്ക് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് യെസ് അവർ ഇവിടെ സോറി പറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഓക്കെ, അത് നല്ല തമാശയായി പോയി. ഓക്കെ, പേഴ്സൺ ആ റിഗ്രറ്റിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, അവർ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആവണം. എന്നാൽ മാത്രമേ ആ വ്യക്തി മനസ്സിലാക്കുള്ളൂ അവർ നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത്. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. പക്ഷേ ആ അവർ ഇടയിൽ അവർ ചില കാർമിക് സിറ്റുവേഷനിൽ പെട്ട് കാണാം. ഓക്കെ, ഈ നമ്മൾ ഡെവിളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു കാർമിക് സിറ്റുവേഷനിൽ അവർ പോയി, അതായത് അവരുടെ പക്ഷെ അതിൽ നിന്ന് അവർ ചില ലെസൺ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിൽ പോയത്. തേർഡ് പാർട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് അട്രാക്ഷൻ തോന്നി പോയിട്ടുണ്ടെങ്കിൽ അതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. എന്ന് വെച്ചാൽ അവർ അത് അവിടുന്നാണ് അവർക്ക് ആ ഒരു ലെസൺ പഠിക്കാൻ കിട്ടുക. ഓക്കെ, ദാറ്റ് അവരുടെ ജീവിതത്തിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളാണ് എന്നൊക്കെ ഉള്ളത് അവർ അപ്പോഴേ മനസ്സിലാക്കുള്ളൂ. അതൊരു ലെസൺ യൂണിവേഴ്സ് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ തിരിച്ചൊരു യൂണിയനാണ് എനിക്ക് കണ്ടത്. നമ്മൾ പ്രതീക്ഷ അല്ല ഞാൻ നോക്കിയത്. ബട്ട് എനിവേ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ കാണുന്നുണ്ട്. വീണ്ടും ബിൽഡാവും നിങ്ങൾ തമ്മിൽ. പക്ഷെ ആ പേഴ്സണിനെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കാം. എനിക്ക് അവർ നിങ്ങളടുത്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങോട്ട് പോവാതിരിക്കുക. ഓക്കെ, അവരെ വിട്ട് കളഞ്ഞേക്കുക. മാപ്പ് കൊടുത്ത് നിങ്ങൾ വിട്ട് കളയുക. അവർ പഠിക്കട്ടെ ലെസൺ എന്ന് പറഞ്ഞാൽ, അതായത് ജസ്റ്റ് പഠിച്ചിട്ട് വരാൻ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് അവർ വേദനിക്കണം അങ്ങനെയല്ല, ബട്ട് അവർ മനസ്സിലാക്കണം എന്ന് വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഓക്കെ, ഈ ഡെക്ക് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നോക്കട്ടെ എന്താ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത് നോക്കാം. യൂണിവേഴ്സിന് ലോസ് വെരി ഗുഡ്. Some fulfillment, wish fulfillment, success, inner child healing, abundance എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. എനിക്കിത് ഫീൽ ചെയ്യുന്ന പറയാം. fate, വിധി, thoughts, feeling trapped, yes, clarity, good. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഓക്കെ, ഈ പേഴ്സണിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതായത് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, വേറെ തേർഡ് പാർട്ടിക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പ്ലീസ് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. ഓക്കെ, നിങ്ങൾ അവരെ വിട്ട് കളയൂ. തൽക്കാലം അവരെ പിന്നാലെ പോകാതിരിക്കുക. തേർഡ് പാർട്ടിയെ വിട്ട് എൻ്റെ അടുത്തേക്ക് വരുമോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നിങ്ങൾ തൽക്കാലം സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ നല്ലതാണ്, ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ തമ്മിലൊന്ന് അകന്ന് നിൽക്കുമ്പോഴേ ആ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത്. വേറൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, തേർഡ് പാർട്ടി ആരായാലും ശരി, ഓക്കെ, ആ തേർഡ് പാർട്ടി നിങ്ങളെപ്പോലെ വരില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമാണിത്. ഓക്കെ, നിങ്ങൾ തൽക്കാലം മാറി തന്നെ നിൽക്കുക. സെൽഫ് ലവിലേക്ക് വരിക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്ന പേഴ്സൺ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ടു നിൽക്കുന്നതിൻ്റെ റിഗ്രറ്റ് അവർക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം അവർക്ക് ഉണ്ട്, മനസ്സിലുണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ അവർക്ക് ആഗ്രഹമുണ്ട് വീണ്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. അവരിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് മീൻസ് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും തിരിച്ചൊന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാം.
ഓക്കെ, പേഴ്സൻ്റെ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ ബോദർ ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളൊരു കോഡിപെൻഡൻറ്റ് ഇഷ്യൂ ഇതിലേക്ക് പോകാതിരിക്കുക, റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുക. ഇപ്പോൾ ആ വ്യക്തിക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് കണ്ടാൽ അവിടുന്ന് നിങ്ങൾ മാറി നിൽക്കാൻ പഠിക്കണം. സെൽഫ് ലവിലേക്ക് വരണം നിങ്ങൾ. അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അബണ്ടൻസ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഈ ഇന്നർ ചൈൽഡ് ഹീലാവുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബണ്ടൻസ് വരും എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരും. ഓക്കെ, ആൻഡ് ഇവിടെ വിധി, ഫെയ്റ്റ്, ഞാൻ പറയില്ലേ, ഫെയ്റ്റ് ഒരിക്കലും ഒരാളെയും വിടുവൊന്നുമില്ല. നല്ലത് ചെയ്ത ആൾക്കാർക്ക്, ഞാൻ അതാ ജഡ്ജ്മെൻ്റെ കാർഡ് പറഞ്ഞത്, നല്ലത് ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ പ്യുവറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരും. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കർമ്മ കിട്ടുകയും ചെയ്യും. ഓക്കെ, അവർ ശരിക്കും ട്രാപ്ഡ്, അവർ തോട്ട്സിൽ ട്രാപ്ഡാണ്. അവർ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ഉറക്കമില്ലാത്ത രീതിയിൽ അത്രയും അവരും ഇന്നർ മൈൻഡിൽ അവർക്ക് ആ ഇന്നർ തോട്ട്സ് ഉണ്ട്. അവർക്ക് ആ റിഗ്രറ്റ് അവരെ ഒരുപാട് രാത്രി ഉറക്കത്തിൽ മീൻസ് അത്രയും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറക്കം പോലും പോകുന്നുണ്ട് അവരുടെ, നിങ്ങളെ വേദനിപ്പിച്ചത് ഓർത്തിട്ട്. കാരണം അത് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതാണ്. വെരി ഗുഡ്. ആക്ച്വലി ക്ലാരിറ്റി അവർ മനസ്സിലാക്കും, അവർ ട്രൂത്ത് മനസ്സിലാക്കും. ഓക്കെ, സിറ്റുവേഷൻ, അതായത് അവർ തേർഡ് പാർട്ടിയിൽ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് അട്രാക്റ്റ് ആയിട്ട് പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ, ഓക്കെ, അവർക്ക് ഇപ്പോൾ ക്ലാരിറ്റി മനസ്സിലാവും അവർ എന്തിൻ്റെ പുറകെയാണ് പോയത്. ഓക്കെ, അത് അവർക്ക് നല്ലതല്ല എന്നുള്ളത് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയും. ഓക്കെ, ആൻഡ് പേഴ്സൺ തിരിച്ചു വരികയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ബട്ട് യെസ്, കർമ്മ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും, അതില്ലാതിരിക്കില്ല. ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ അവർക്ക് മെൻ്റലി പീസ് പോയി എന്ന് പറയാം. സമാധാനം പോയാൽ പോരെ, വേറെന്താ വേണ്ടത് അല്ലേ? സോ അങ്ങനെയുണ്ട്. നിങ്ങളോട് പറയുന്ന ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ആ പേഴ്സൻ്റെ പുറകെ പോവാതിരിക്കുക പ്ലീസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.